വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് സംബന്ധിച്ച് ബക്കാടി കമ്പനി അയച്ച കത്ത് മുൻപ് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. നികുതി ഇളവ് നൽകിയാൽ സർക്കാരിന്റെ സാമ്പത്തിക വരുമാനം കൂടുമെന്നാണ് ഈ കത്തിൽ പരാമർശമുള്ളത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ അപേക്ഷ വന്നത് എന്ന്. പക്ഷേ ആ അപേക്ഷ ആ നിലയിൽ പരിഗണിച്ചിരുന്നില്ല സർക്കാർ എന്നുള്ളതും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം ബജറ്റിന് മുൻപ് അതിലൊരു തീരുമാനമെടുത്തു എന്നുള്ളതായിരുന്നു ആക്ഷേപം. എന്തായാലും ആ കത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് എന്നതിന്റെ രേഖ, ആ കത്തിന്റെ പൂർണ്ണരൂപം ഇപ്പോൾ പുറത്തു വരികയാണല്ലേ? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം ഈ ബക്കാടി കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളെ സഹായിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും നികുതി നിശ്ചയിക്കുന്ന കാര്യത്തിലും അതേപോലെ നികുതി സ്ലാബിന്റെ കാര്യത്തിലുമൊക്കെ അത് ഓക്കെയാണ്. പക്ഷേ ബക്കാടി കമ്പനി അന്നത്തെ, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് അവർ കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിന്മേൽ ചില നോട്ട് നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വിവരമായി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ കത്തിൽ ചില വിചിത്രമായിട്ടുള്ള വാദങ്ങൾ അത് ബക്കാടി പറയുന്നുണ്ട്. ബക്കാടി ബ്രീസറിന് ഈ പറയുന്ന കാര്യം വീര്യം കുറഞ്ഞ മദ്യത്തിന് ലഭ്യത ഉറപ്പുവരുത്താൻ നിലവിലെ ബീർ, വൈൻ കാറ്റഗറിയോടൊപ്പം ലോ ആൽക്കഹോളിക് ബിവറേജ് എന്നുകൂടി ഉൾപ്പെട്ട കാറ്റഗറി അമെൻമെന്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം ആ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ടൂറിസം മേഖലയിലും കോർപ്പറേറ്റ് ഇവന്റ് മേഖലയിലും വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറെ ഉപഭോക്താക്കളാണുള്ളത്. ഈ ഉൽപ്പന്നം സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാന വർധനയ്ക്കും അതേപോലെ ടൂറിസം മേഖലയുടെ ഉണർവിനും മുതൽക്കൂട്ടാകും. കേരളത്തിലും ഗുണനിലവാരമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ നിലവിലെ മദ്യ കാറ്റഗറികളോടൊപ്പം വീര്യം കുറഞ്ഞ പാനീയം എന്ന കാറ്റഗറി കൂടി ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ബിവറേജ് അത് കേരളത്തിൽ കിട്ടാത്തത് കൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ ഗോവയിലേക്കും പോണ്ടിച്ചേരിയിലും ഒക്കെ പോകുന്നു എന്നുള്ള വിചിത്രവാദം, അവർ ഇതിനുവേണ്ടി പോകുന്നു എന്നുള്ള വിചിത്രവാദം അത് ബക്കാടി കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടന്നിരുന്നു. നികുതി നിശ്ചയിച്ചില്ലെങ്കിലും ചില നീക്കങ്ങൾ നടന്നിരുന്നു. ബക്കാടി അന്നത്തെ എക്സൈസ് മന്ത്രിക്ക് അയച്ച കത്തിന്റെ പകർപ്പടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.